ഫ്രഷർ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ റെസ്യൂമെ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീലാൻസ് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു ഫ്രഷറിന്റെ റെസ്യൂമെ ചെയ്യുമ്പോൾ 1 പേജിൽ ഫുള്ളായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടാവും. നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, ഒരു ഫ്രഷറാണ്, ആ ഫ്രഷറിന്റെ റെസ്യൂമിൽ ഒരു 1 പേജിനുള്ള ഡീറ്റെയിൽ പോലും എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഫ്രഷറിന്റെ റെസ്യൂമിൽ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രം എൻ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല ഒരു ഫ്രഷറിന്റെ റെസ്യൂമ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ഫ്രഷറിന്റെ റെസ്യൂമ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു 5 ടിപ്പ് കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ടീച്ചിങ് പ്രൊഫഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഫ്രഷറിൻ്റെ റെസ്യൂമി ഫോർമാറ്റ് ആണ്. അപ്പോൾ നമ്മൾ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ആസ്പയറിംഗ് ടീച്ചിങ് പ്രൊഫഷണൽ എന്ന് ഹെഡ് കൊടുക്കുക. ഈ ഒരു ജോബ് ടൈറ്റിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാറ്. പിന്നെ ചില കസ്റ്റമേഴ്സൊക്കെ ഓരോരോ ജോബ് ടൈറ്റിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ജോബ് ടൈറ്റിൽ കൊടുക്കാനാണ്. തൊട്ട് താഴെയായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഒരു 2 നമ്പറെങ്കിലും മിനിമം നമ്മൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മളെ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു നമ്പറിൽ കൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് കൂടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിൽ ID കൊടുക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് ലിങ്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതെങ്ങനെ കൊടുക്കണം എന്നുള്ള വീഡിയോ ഞാനിതിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആക്റ്റീവ് ലിങ്ക് കൊടുക്കുമ്പോൾ എംപ്ലോയർക്ക് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് പെട്ടെന്നൊരു മെയിൽ അയക്കാനൊക്കെ പറ്റും. അല്ലാതെ ഇന്നത്തെ കാലത്ത് ആർക്കും ടൈമില്ല നമ്മളുടെ റെസ്യൂമ് നോക്കിയിട്ട് മെയിൽ അയക്കാൻ, ടൈപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ പോലും നമ്മൾ അവരെ കഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂ കോൾ വരാനോ ഒരു ഇൻ്റർവ്യൂ മെയിൽ വരാനൊക്കെ നമ്മൾ വേണം അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ലിങ്ക് ആണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. എങ്ങനെ ആക്റ്റീവ് ലിങ്ക് കൊടുക്കണം എന്നുള്ള വീഡിയോയും ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കറണ്ട് ലൊക്കേഷനാണ്. നമ്മൾ എവിടെയാണോ അത് പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള കൊടുക്കുക. നമ്മളിപ്പോൾ ഗൾഫിലേക്ക് ജോലി അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെയാണ് വിസിറ്റിംഗ് വിസയിലാണോ ഉള്ളതെങ്കിൽ നമ്മൾ അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, കറണ്ട് ലൊക്കേഷൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യുക, വിസ സ്റ്റാറ്റസ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് വിസിറ്റിംഗ് വിസ എന്നാണ്. തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കേണ്ട സമ്മറി എന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ATS ഒപ്റ്റിമൈസർ ആയിട്ടുള്ള കീവേഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു സമ്മറി തയ്യാറാക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതാണോ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് മെൻഷൻ ചെയ്യുക. നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് അതാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഗ്രാജുവേറ്റ് വിത്ത് എ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ ഏത് ഫീൽഡിലേക്കാണോ നോക്കുന്നത് ആ കാര്യം കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതൊന്ന് ബോൾഡ് ചെയ്യുന്നത് അതും നല്ലതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ഒരു സ്കില്ലാണ്. അതും ബോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ല്, ഓർഗനൈസേഷൻ്റെ സ്കില്ല്, അതുപോലെ തന്നെ ക്ലാസ് റൂം സപ്പോർട്ട് സ്കിൽസ്, ആ കാര്യങ്ങൾ കൂടി നമ്മൾ ബോൾഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 96% എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഒരു എംപ്ലോയർക്ക് നമ്മളോട് നല്ലൊരു താല്പര്യം തോന്നും. പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ്, അപ്പോൾ ഇവരെ നമ്മൾ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 100% ചെയ്യുമെന്ന് അവർക്ക് തോന്നും. അപ്പോൾ അവർക്ക് നമ്മളോട് നമ്മുടെ പ്രൊഫൈലിനോടൊരു താല്പര്യം തോന്നും. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് 98%, 96%. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വലിയ നല്ല പെർസെൻറ്റേജ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എൻ്റർ ചെയ്യരുത്. കാരണം നമ്മുടെ മൈനസ് പോയിന്റുകൾ നമ്മൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ റെസ്യൂമിൽ എപ്പോഴും പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വർക്ക് എക്സ്പീരിയൻസിലും നമ്മൾ ഇതേപോലെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വർക്ക് എക്സ്പീരിയൻസ് നമുക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടതാണ് ഇന്റേൺഷിപ്പ്, ഫ്രീലാൻസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മളൊരു ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് നമുക്കിവിടെ അതിന് സർട്ടിഫിക്കറ്റ് ആരും നമ്മളോട് ചോദിക്കില്ല. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമുക്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഇന്റേൺഷിപ്പാണ്. ഇനി ഫ്രീലാൻസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതും കാണാൻ പറ്റും. ഇന്റേൺഷിപ്പിൻ്റെ നമ്മൾ അതിൻ്റെ ഹെഡ് ജോബ് ടൈറ്റിൽ കൊടുക്കേണ്ടത് ട്രെയിനി ടീച്ചർ എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിപ്പിച്ചത് ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് സോഷ്യൽ സയൻസ് എന്നാണ്. അതുപോലെ തന്നെ 3 month
ഏതാണോ പീരീഡ് നമ്മൾ 3 month ഒക്കെ ആയിരിക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുക, ആ പീരീഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ടിപ്പ് ഞാൻ തരുന്നത്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഞാനിവിടെ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്, റിസീവ്ഡ് ബെസ്റ്റ് ട്രെയിനി അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് ഞങ്ങൾക്ക് കസ്റ്റമർ തന്നാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത് എവിടെയാണ് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അത് പ്രോപ്പറായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു എംപ്ലോയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ അവിടുത്തെ നല്ലൊരു അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഈ റെസ്യൂം അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്, അപ്പോൾ നമുക്കൊന്ന് ട്രെയിനിങ്ങിന് വിളിക്കാം എന്നൊക്കെ ആർക്കായാലും തോന്നും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യരുത്, അതും നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ പഠിപ്പിച്ച സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് കൺട്രി നെയിം. കാരണം നമ്മൾ എബ്രോഡാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രി മെൻഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ നമുക്കറിയാം കേരള എവിടെയാണെന്നും മഹാരാഷ്ട്ര എവിടെയാണെന്നൊക്കെ അറിയാം. പക്ഷേ എബ്രോഡേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ നമ്മുടെ രാജ്യം മെൻഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ വേറെ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അതിൽ കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡ്യൂട്ടീസ് നമ്മളുടെ ഈ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാത്ത, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യരുത്. നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ സ്കിൽസ് ആണ്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഫഷണൽ സ്കിൽസും നിങ്ങളുടെ റെസ്യൂമിൽ ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും 100% നിങ്ങൾ ആഡ് ചെയ്തോളുക. കാരണം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും HR-ൻ്റെ സൈഡിൽ നിന്നായാലും എല്ലാം നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു ടിപ്പ് കൂടെ തരാം. കമ്പ്യൂട്ടർ പ്രൊഫഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള MS ഓഫീസ്, ഗൂഗിൾ വർക്ക് സ്പേസ്, പിന്നെന്താ ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാവും. കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചിങ് ജോബിന് നോക്കുമ്പം ഗൂഗിൾ ക്ലാസ് റൂം, ഓൺലൈൻ ടീച്ചിങ് ടൂൾസ്, ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ടൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇത് കാണുന്ന ഒരു HR ആയാലും ഒരു ATSൻ്റെ സോഫ്റ്റ്വെയറിലായാലും നല്ല ഹയറിംഗ് ചാൻസസ് കൂടുതലാണ് ഈ കാര്യങ്ങൾ ആഡ് ചെയ്താൽ. ഇപ്പോഴത്തെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഡിജിറ്റലായിട്ടുള്ള പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ ചിന്തിക്കും, ഈ ഒരു ടീച്ചറെ നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, ഈ ടീച്ചർക്ക് ഇതിന് ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ആർക്കായാലും ഒന്ന് ഹയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. തൊട്ട് താഴെയായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട അഡീഷണൽ ഇൻഫർമേഷനിൽ നാഷണാലിറ്റി, എബ്രോഡിലേക്കാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നാഷണാലിറ്റി 100% ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മെരിറ്റൽ സ്റ്റാറ്റസ് ആഡ് ചെയ്യുക, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലാംഗ്വേജസ് നോണാസ്. നിങ്ങൾക്ക് ലാംഗ്വേജസ് നോണാസിൽ ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമൊക്കെ നല്ല ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലുവൻ്റ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. അതല്ല നിങ്ങളൊരു 50-50 ആണ്, നല്ലൊരു ലാംഗ്വേജ് സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രഷറിൻ്റെ റെസ്യൂമിൽ. ഇതിപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഏത് ജോബിന്, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ നോക്കുകയാണെങ്കിലും മെഡിക്കൽ കോഡർ ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എനി ഫീൽഡിൽ നോക്കുമ്പോഴും അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കീവേഡ്സുകൾ, അതുപോലെ തന്നെ സ്കിൽസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ ATSനുള്ള റെസ്യൂമി ഫോർമാറ്റിൽ വേണം നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ടീച്ചിങ് പ്രൊഫഷന് നോക്കുമ്പം നമ്മൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട കണ്ടന്റ്. ഇതുപോലെ തന്നെ ഓരോ പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് കണ്ടന്റ് പ്രോപ്പറായിട്ട് നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. എന്നാലും മാത്രമേ നമ്മളൊരു ATS സോഫ്റ്റ്വെയറിലായാലും ഒരു ഹ്യൂമൻ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉള്ളൂ. ഞങ്ങൾ ചെയ്തു കൊടുത്ത റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ആയ ടീച്ചേഴ്സിൻ്റെ മാത്രം റെസ്യൂംസ് വേർതിരിച്ച് ഞങ്ങളൊരു കാറ്റലോഗ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാറ്റലോഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെയിൽ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ID ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും.